ഹലോ, ഇനി തുള്ളി കളിച്ചിരുന്നത് ഒരു ചെറിയ സ്പെഷ്യൽ ഉണ്ടാക്കാനാണ്. നമുക്കിന്നൊരു വഴുതനങ്ങേൻ്റെ ഫ്രൈ ഉണ്ടല്ലോ. ഇത് ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ തരംഗമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. കുറച്ച് അധികം മസാലയൊക്കെ കൂടിയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ ചോറുണ്ണാത് മാത്രം മതിയേ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് പെരിഞ്ചീരകവും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മീറ്റ് മസാല എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാണ്. ടേസ്റ്റിൻ്റെ പ്രത്യേകിച്ച് എനിക്കിഷ്ടമാണ് മീറ്റ് മസാല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളിട്ടോ. പിന്നെ നമ്മുടെ സവാള, ഞാൻ ചെറിയുള്ളി ആഡ് ചെയ്യുക. എനിക്ക് പിന്നെ നന്നാക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഹാഫ് സവാളയാണ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ നാരങ്ങേൻ്റെ നീരിട്ടോ. നാരങ്ങ ഇവിടെ ഇല്ല, അപ്പം ഞാനത് ഉണങ്ങി പിടിച്ചൊരു ഒരേ ഒരു കഷ്ണം നാരങ്ങ ഉള്ളത്, അത് ഞാൻ ഇടിച്ച് ചതച്ച് അതിലേക്കുള്ള നീര് മൊത്തം ഞാൻ ആക്കിന് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ച് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വഴുതനങ്ങ, ഇത് ഞാൻ മാളിൽ പോയപ്പോൾ എടുത്തതാണ്. ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഈ റെസിപ്പി കണ്ടപ്പോൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരേ ഒരു വഴുതനങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ 3 ആളല്ലേ ഉള്ളൂ, അപ്പോൾ തന്നെ ധാരാളമായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയൊരു അമളി എന്ന് പറഞ്ഞത് ഇത് ഇത്ര തിക്നെസ് കുറയ്ക്കണ്ട കേട്ടോ. ഞാൻ നല്ലോണം കുറച്ച് കഷ്ണം തോനെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് നല്ലോണം കട്ടി കുറച്ച് പോയി കേട്ടോ. പക്ഷേ കട്ടി കുറച്ചാലും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്കിതിൻ്റെ ആ ചുറുക്കം അങ്ങോട്ട് പോകും കേട്ടോ. പൊരിക്കുമ്പോഴേക്ക് ഇതിങ്ങനെ നമ്മൾ എടുത്തിടുമ്പോഴേക്ക് അതിൻ്റെ മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റുമാണ് കേട്ടോ. ഒന്ന് കട്ടിക്ക് മുറിച്ചുകൊണ്ടും, കാരണം അങ്ങനെ നമ്മൾ എന്നിട്ട് ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മസാലയൊക്കെ വേഗം പിടിക്കും. കത്തി നല്ലോണം പിടിച്ച് താത്തി ലൈൻ ഇടണ്ട, അപ്പോൾ 2 കഷ്ണമാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഒരു മസാല തേച്ച് ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. വഴുതനങ്ങയാകുമ്പോൾ വേഗം മസാല പിടിച്ചോളും. എന്നിട്ട് ഒരു ചൂടാകിയ പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ പൊട്ടിപ്പോകും കേട്ടോ, തിക്നെസ് കുറച്ചാൽ. അപ്പോൾ കുറച്ച് തിക്നെസ് നിന്നോട്ടെ കേട്ടോ. ഒരു വലിയ വഴുതനങ്ങ ഒരു 5 പീസെങ്കിലും ആക്കിയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് തോനെ ഉണ്ടായിക്കോട്ടെ വെച്ച് കുറച്ച് തോനെ ആക്കിയതാണ്. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.